ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സുഖമാണോ എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? അങ്ങനെ ഇന്ന് എൻ്റെ പൊന്നുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ അവളെ ഡ്രോപ്പ് ചെയ്തു. അവളുടെ കൂടെ ഓറിയൻറ്റേഷൻ സെക്ഷനിൽ ഞാനും കൂടെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമായിരുന്നു, ഹെയർ കട്ട് ചെയ്യണം വിചാരിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിലൊന്ന് യൂസ്ഡായി, എനിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അതായിരുന്നു സത്യം. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇങ്ങനെ അറ്റമില്ലേ, അതിങ്ങനെ പണ്ടൊക്കെ എൻ്റെ ഗ്രാൻഡ്മ ഇങ്ങനെ തുമ്പിൽ ഇങ്ങനെ ഒരു ചുരുട്ട് കെട്ടിയിടണ, എനിക്കിങ്ങനെ അങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിടത്തില്ലേ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സാരിയൊക്കെ കൊടുക്കുമ്പോൾ അതെനിക്കിങ്ങനെ നല്ല കംഫർട്ടായിട്ട് കിടക്കുന്നുണ്ട്. ആക്ച്വലി ഷെഫീനാസിൽ പോയിട്ട് എൻ്റെ മുടി മുഴുവൻ നശിപ്പിച്ച് അത് വെട്ടിക്കുളമാക്കി തന്നതായിരുന്നു. പക്ഷേ വളർന്നിങ്ങ് താഴെ ഇറങ്ങിയപ്പോൾ അത് ഇങ്ങനെയായി. അപ്പം ഇങ്ങനെ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ സുന്ദരിയെ, ആ പാട്ടില്ലേ, അതുപോലെ. അപ്പോൾ അതെനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടായിട്ടൊക്കെ വന്നതായിരുന്നു. പക്ഷേ ഇനി ഇങ്ങനെ വാലാകോല നീലാണ്ട എന്ന് പറഞ്ഞൊന്നും നടക്കാക്കില്ല. അപ്പോൾ അന്ന് മുടി കുളമായതുകൊണ്ട് ഞാൻ എനിക്ക് കൊടുത്തൊരു ശിക്ഷ എന്നുള്ള രീതിയിൽ ഒരാവശ്യവുമില്ലാതെ ഞാൻ പോയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, കഴിഞ്ഞല്ല, ലോക്ക്ഡൗണിന് ശേഷമുള്ള ഒരു 21, 22, 23 ആ സമയങ്ങളിലേ, അപ്പം ആ 2-3 വർഷം ഇപ്പോൾ PWDയുടെ വർക്ക് എടുത്ത് ചെയ്യുമ്പോഴാണെങ്കിലും സൈറ്റിലാണെങ്കിലും ഫ്ലാറ്റിൻ്റെ ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും ഇൻറ്റീരിയർ വർക്ക് ഫുള്ള് പുട്ടിയുടെ പൊടിയാണെങ്കിലും പ്ലൈവുഡിൻ്റെ ആണെങ്കിലും സിമെൻറ്റിൻ്റെ ആണെങ്കിലും മൊത്തത്തിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ ആണെങ്കിൽ ഒക്കെ പൊടിയും അതും ഇതും ഒക്കെ ആയിട്ട് മൊത്തം മുടി ഡാമേജ് ആയതുകൊണ്ടാണ് ഞാൻ അന്നത് പോയി ചെയ്തത്. പക്ഷേ അത് നശിപ്പിച്ചു തന്നു. അതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് കട്ട് ചെയ്യാതെ ഇത്രയും നാൾ ഇട്ടിരുന്നത് 2 വർഷം. പക്ഷേ കൊഴിഞ്ഞ് ആകെ തീർന്നു. അങ്ങനെ ഞാൻ ഇവിടെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഓയിലെ ബബിറ്റോനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ബബിറ്റോ പറഞ്ഞു നമുക്ക് ഇത്ര വെച്ച് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി. ഞാൻ പൊന്നൂനെ വിളിക്കാൻ പോയി. പൊന്നൂനെ വിളിച്ച് ഒന്ന് ഫ്ലാറ്റിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സിവിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ തിരിച്ച് വന്നു. അപ്പം ഗെയ്സ്, നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ട്രീറ്റ്മെൻറ്റ് ഓയിലാണ്, തൃക്കാക്കര കാക്കനാട് ട്രീറ്റ്മെൻറ്റ് ഓയിലാണ്. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ ഞാനിവിടെ വന്നത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. പക്ഷേ ബബിറ്റോ പറഞ്ഞ എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യണം, ബാക്കി ഹെയർ ഫുൾ ഡാമേജ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഫുൾ ചത്തുപോയി, മുടി മുഴുവൻ ചത്തുപോയി എന്ന് പറയും. അങ്ങനെ ഇതാ ബബിറ്റോ കത്രിക വയ്ക്കുകയാണ് ഗെയ്സ് എൻ്റെ ഹെയറിൽ. 2 വർഷത്തിന് മുൻപ് വരെ, കഴിഞ്ഞ 10 വർഷം ഞാൻ ക്യാൻസർ പേഷ്യൻസിന് എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാലാകോല കിടക്കുന്ന ഹെയറിൽ എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? എത്രയും കൊഴിഞ്ഞ് ചത്തുപോയ ഹെയറിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മുടിയെ കൊന്നു. അപ്പം ഈ കട്ട് ചെയ്യുന്ന സമയത്ത് പറ്റി പറയുന്നുണ്ടായിരുന്നു എത്ര നല്ല ഹെയർ ആയിരുന്നു, നല്ല ലെങ്തിയാണ്, നല്ല ഇതായിട്ടുള്ള ഹെയർ ആയിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനെ ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതെ നശിപ്പിച്ചതാണ്, കെയർ ചെയ്യാതെ നശിപ്പിച്ചതാണ്. പക്ഷേ ഞാൻ കറക്റ്റ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് എൻ്റെ ഹെയറൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ സ്ഥലത്തും മസ്റ്റാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് പുറത്തൊന്നും പോയി വേറെ എങ്ങും ജോലി ചെയ്യുന്നില്ല, പള്ളി പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാരണവും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ തോന്നിയാസത്തിന് നടക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. പക്ഷേ ഇനി അത് പറ്റത്തില്ല. ഇനി അടിച്ച് നനച്ച് കട്ട് ചെയ്ത് കുളിച്ചൊക്കെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് പുറത്താണ്, കുട്ടിയെ ക്ലാസ്സിൽ കയറ്റില്ല. കട്ട് ചെയ്യണതിൻ്റെയോടൊപ്പം ഒന്ന് കളർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. കാരണം അവിടെ ഇവിടെയൊക്കെ വെള്ള ഹെയർ, പക്ഷേ എനിക്കത് ഓക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷം. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നടക്കാൻ ഒരു ധൈര്യം വേണം. അങ്ങനെയുള്ളവർ എല്ലാ സ്ഥലത്തും പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയും, ഇല്ലേ? ഒരു 100 പേരിൽ നിൽക്കുന്നത് അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരുപാട് ഏജ്ഡ് ആവാത്ത ഒരാൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നതിനോടാണ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ഞാൻ അങ്ങനെ ഒരാളാണ് എപ്പോഴും. ഈ ആൾക്കൂട്ടത്തിൽ തനിയൊക്കെ നിൽക്കില്ലേ, അമ്മാതിരി ഒരാൾ, അങ്ങനെ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വേണ്ട ഇത്തിരി എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ് കട്ട് ചെയ്ത് കളയാൻ. പൊന്നു നിൽക്കണം നിപ്പ് നോക്കി എൻ്റെ ഇരിപ്പ് കണ്ടിട്ട്, എൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പ് സത്യത്തിൽ അതായിരുന്നു. അതിൽ ഒന്നും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിൻ്റെ. അങ്ങനെ ഇതാ ശരിക്കും പൊന്നുവിനെ കണ്ടപ്പോഴത്തേക്കും പച്ചക്കുതിരയിലെ ദിലീപേട്ടനെ പോലെ തന്നെ തോന്നുന്നില്ലേ? ശരിക്കും നോക്കി, ഒന്നുകൂടെ ബാക്കടിച്ച് നോക്കി, കറക്റ്റ് അങ്ങനെ തന്നെ ഇല്ലേത്? മുടിയുടെ ലെങ്ത് കട്ട് ചെയ്ത് പോകുന്നതിനുള്ള സങ്കടമുണ്ട്, പിന്നെ എൻ്റെ വൈറ്റ് ഹെയർ പോകുന്നതിനുള്ള സങ്കടമുണ്ട്. ഈ 2 എണ്ണം ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈൻഡൊക്കെ ശരിക്കും ഒരു പഴയ അതേ ഒരു മൈൻഡിലായിരുന്നു കേട്ടോ. പണ്ടത്തെ എൻ്റെ +2 വരെയുള്ള, 10ാം ക്ലാസ് വരെയുള്ള ഒരു മൈൻഡ് ഭയങ്കര ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അതേ മൈൻഡിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ കളിയും ചിരിയും, ഇങ്ങനെ ഒരു സ്മോൾ ബേബി. ശരിക്കും എൻ്റെ മൈൻഡിൻ്റെതായിരുന്നു അത് പുറത്ത് കണ്ടതൊക്കെ. അങ്ങനെ കളർ ചെയ്യട്ടെ, ബർഗണ്ടി കളർ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഹണി വേണ്ട എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഹേസൽ കളറിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിപ്പം ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നത്, പക്ഷേ ഞാൻ കാണുന്നില്ലല്ലോ ബാക്കിൽ എന്താ സംഭവിക്കണേന്ന്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ റെഡ് ചുടുകട്ടെല്ലാം കൂടെ പൊടിച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് ഇങ്ങനെ മുടിയിൽ തേച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ
കുട്ടിമാമ ഞാൻ ഞെട്ട്. ഇതും വെച്ച് ഞാൻ എങ്ങനെ പുറത്തോട്ടിറങ്ങും? എൻ്റെ അമ്മോ, എന്നെ നാളെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ട അവസ്ഥ വരും എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഇരിപ്പൊക്കെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ പൊന്നുകൊണ്ടിട്ട് ചോദിക്കുന്നത്, എന്താ അവസ്ഥയെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? മൊത്തത്തിൽ കറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഞാൻ അപ്പോഴാണ് ഇത് ഫസ്റ്റ് ഇതിങ്ങനെ കാണുന്ന വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇനി ചോടണോ, എന്ത് ചെയ്യണം, തിരിച്ച് പഴയ കളറാക്കി തരാൻ പറയണോ, എനിക്കൊന്നും അറിയില്ല. അപ്പോഴൊക്കെ അവർ പറയണോ ഇല്ലല്ല ഇത് വാഷ് ചെയ്യുമ്പോൾ ശരിയാവും എന്നൊക്കെ എന്നെ പറയുന്നുണ്ടെങ്കിലും, എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ശരിക്കും. ഈ രണ്ടും കെട്ടൊരവസ്ഥയല്ലേ മനസ്സിൽ. ഇരിക്കണോ പോണോ കഴുകി കളയണോ, എന്ത് ചെയ്യണം എന്നുള്ളൊരു രണ്ട് മനസ്സിലിരിക്കില്ല. ആ മനസ്സിലാണ് സത്യത്തിൽ ഞാൻ ഇരിക്കണം. പെട്ടുപോയി ഗെയ്സ് എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരാവേശത്തിന് ഞാൻ എടുത്ത് ചാടി. ഇനി എന്ത് ചെയ്യുന്നു? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല ഉറക്കവും പറഞ്ഞിട്ട്, കാരണം രാവിലെ എണീച്ചതാ പൊന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് ഇങ്ങോട്ടാക്കി. കാരണം നമുക്കിപ്പോൾ ശീലമില്ലല്ലോ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ തോന്നിയ അവസ്ഥയിലാണല്ലോ നമ്മൾ എണീക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അപ്പോൾ ഈ രാവിലെ എണീപ്പ് കഴിഞ്ഞ ഒരു 2 ദിവസം വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പൊന്നൂന് ശീലമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ 1 മാസം പൊന്നുമായിരുന്നല്ലോ വീട് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് പൊന്നു നോക്കണേ. അങ്ങനെ അതെല്ലാം കൂടെയൊക്കെ കഴുകി കളഞ്ഞിട്ട് തന്നെ നിൽക്കണേ. എനിക്ക് ഇവരുടെ ഈ തലയിൽ കെട്ടുന്ന കെട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പൊന്നുവിനെ കൊണ്ട് ഫുൾ വീഡിയോ എടുപ്പിച്ച്. അപ്പോഴൊന്നും അവരോട് എനിക്ക് അത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് അവരോട് ചോദിക്കണം മോശമല്ലേ എന്ന്. ആ 2 പെൺകുട്ടികൾ എനിക്ക് ചെയ്തു തന്നതാണ്. നല്ല രസത്തിന് അവർ കെട്ടി. ഇനി പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെ തലയിൽ ടൈ ചെയ്ത് വെക്കണേന്ന് ഞാൻ അവരോട് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? ശരിക്കും മറ്റേ ഷെഫിനെയൊക്കെ പോലെ ഉണ്ടല്ലേ. അവരും ഇനി ഇങ്ങനെയൊക്കെ കെട്ടി വെക്കണതാണോ ടവൽ വെച്ചിട്ട് എനിക്ക് അറിയത്തില്ല. മറ്റേ എന്തോ ഒരു തുണി വെച്ചിട്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങി ഗെയ്സ്. ഇനി കുളിച്ച് കയറിയിട്ടേ കാര്യമുള്ളൂ. പൊന്നുതാ നല്ല ഉറങ്ങുക. കാരണം സമയം ഒരു 3-4 മണിക്കൂർക്ക് അങ്ങ് പോയതിന് ഞാൻ തന്നെ അറിയുന്നില്ല. പൊന്നു നല്ല ഉറങ്ങി. ഞാനൊരു 4-5 കുളിയൊക്കെ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത്, അതുപോലെ ഹെയറിൽ കളർ ചെയ്തു, അത് വാഷ് ചെയ്തു. പിന്നെ ബൊട്ടോക്സ് ആ ഫ്രണ്ടിൽ ചെറിയ കുറച്ച് കേളി ആയിട്ട് കിടന്നില്ലേ, എൻ്റെ ഫ്രണ്ട് പോർഷൻ എപ്പോഴും ഒരു കേളി ഫീലായിരിക്കും. എപ്പോഴും അല്ല, ഈ ഫുൾ ഇങ്ങനെ കൊഴിഞ്ഞു തീർന്നതിന് ശേഷം തൊട്ട് മാത്രം കേട്ടോ. മുടിയുടെ ആ ഒരു നല്ലൊരു കെരാറ്റിനൊക്കെ പോയി മുടിയൊക്കെ ചത്ത് മരിച്ചു പോയില്ലേ, അതിന് ശേഷം തൊട്ട് അങ്ങനെ ചെറിയ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് അല്ലെ ചെറിയൊരു ബൊട്ടോക്സ് കണക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ട, എനിക്ക് എൻ്റെ ഒറിജിനൽ ടെക്സ്ചർ വരണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അങ്ങനെ ബാക്കി അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാനിങ്ങനെ അളവ് കൊടുത്തിട്ട് അത് ഇത്ര മതി. ഒരു +2 വരെ എൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ടായിരുന്നു. വീട്ടുകാർക്ക് കട്ട് ചെയ്യണത് ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ ഷോൾഡർ വരെ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ബോയ് കട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വി കട്ട്, യു കട്ട്, സ്റ്റെപ്പ് കട്ട് എല്ലാ കട്ടും ചെയ്ത് അഹങ്കാരങ്ങൾ മുഴുവൻ ഞാൻ അവിടെ തീർത്തതായിരുന്നു. ഇന്നിപ്പോൾ ഒരു കഷ്ണം കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എന്താല്ലേ മനുഷ്യൻ്റെ അവസ്ഥയെന്ന്. അന്നൊക്കെ എനിക്ക് കട്ട് ചെയ്യണ ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല. ഇന്നിപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ആർക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്കിഷ്ടമല്ല. ഇതൊക്കെയാണ് ഓരോ പ്രായത്തിൽ ഓരോരോ ഇതാണെന്ന്. അതുകൊണ്ട് പറയാം, നമ്മളൊന്നും ആരും ഇതാക്കണം. ഓരോ സമയത്ത് അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ട് കൊടുക്കുക എന്നുള്ളത് അതൊക്കെ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം കളറിങ് ഒക്കെ ചെയ്ത് കളർ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. കുളമായെങ്കിലും കുളമായി എന്ന് മാത്രം പറയരുത്, എന്നെ സങ്കടപ്പെടുത്തരുത്, എന്നെ ഒന്ന് അത് ആശ്വസിപ്പിക്കൂ. എന്തായാലും ഞാൻ ചെയ്തു പോയി. അങ്ങനെ കട്ടിങ്ങും വാഷിങ്ങും എല്ലാം ഇനിതാ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷനിലെ അതാണ് എനിക്ക് തോന്നുന്നു ഒരു 2000 എന്നല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഫ്രണ്ടിലെ പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ തുടങ്ങിയത്. കാരണം അതിന് ശേഷം തൊട്ടാണ് എനിക്ക് ആ ഷോപ്പ്, ടെൻഷൻ, കമ്പനി, ബിസിനസ് അങ്ങനെ എല്ലാം കൂടെ തുടങ്ങിയപ്പോഴാണ് മുടി അമിതമായിട്ട് അങ്ങോട്ട് കൊഴിയാൻ തുടങ്ങി. പിന്നെ ഈ കുരുപ്പ് ചെറുതിലേ കിടന്ന് ഉറങ്ങത്തേ ഇല്ലായിരുന്നു. ഈ 17, 18, 19 വയസ്സിലൊക്കെ ഇതിനെയും കൊണ്ട് പഠിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലായിരുന്നു. ഇതുപോലെ ഇന്നത്തെ എൻ്റെ ഒരു ഹെൽപ്പർ, മാനേജറെ പോലെയൊന്നും അല്ലായിരുന്നു അന്ന്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, പഠിക്കാൻ സമ്മതിക്കത്തില്ല, 24 മണിക്കൂർ കീറ്റല് ബഹളം, ഫുഡ് കഴിക്കത്തില്ല. ഒരു സ്പൂൺ എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലണമെങ്കിൽ എന്നെ 1 കിലോമീറ്റർ നടത്തിപ്പിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യും? അതിൻ്റെ ഇടയിൽ കൂടെ കെട്ടിയോനുണ്ടാക്കി വയ്ക്കുന്ന 100 കണക്കിന് കടങ്ങളും ബുദ്ധിമുട്ടും അത് വേറെ, അത് കടക്കാരെ കൊണ്ട് അത് ബുദ്ധിമുട്ട്, പഠിക്കാൻ പോകണം അത് വേറെ, പഠിക്കാൻ മാത്രമല്ല ക്യാമ്പസ് സെലക്ഷൻ തന്നെ എനിക്ക് ജോലി കിട്ടണം അത് വേറെ. പോട്ടെ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും മരണം വരെ ഞാനിതൊന്നും മറക്കത്തില്ല. എന്നിപ്പോൾ മനസ്സിലായില്ലേ? നീ അന്ന് കുഞ്ഞായിരുന്നു, അതും കൂടി പറയുന്നു. കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഓർമ്മ കാണൂല. പോട്ടെ, കഥകളൊക്കെ പറഞ്ഞ് തീരുമ്പോഴത്തേക്കും അങ്ങനെ താജ്മഹലൊക്കെ പണിത് അങ്ങനെ നമ്മളുടെ ഹരിയും വിഷ്ണുവും കൂടെ ഇടവും വലവും നിന്നിട്ട് എൻ്റെ ഹെയറിനെ അടിപൊളിയാക്കി. എൻ്റെ അമ്മോ, കുരുവിക്കൂട് പോലെ ഇരുന്ന എൻ്റെ ഹെയറിനെ നല്ല വൃത്തിയിൽ അടക്കും ഒതുക്കും അച്ചടക്കും എനിക്കില്ലാത്തൊരു സാധനമായിട്ടുള്ള എല്ലാം അവരെൻ്റെ ഹെയറിൽ വൃത്തിയായിട്ട് ചെയ്തു തന്നു. ബൈ തുഫായ്. ഇവർ രണ്ടും എൻ്റെ നാട്ടുകാരാണ്. ഞാൻ സെൻറ്ററിലും, ഒരാൾ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തും, ഒരാൾ ട്രിവാൻഡ്രം ഒരാൾ കൊല്ലവുമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങ് സെറ്റായി. ആദ്യത്തെ ആ അപരിചിതത്വം നമുക്ക് പിന്നെ ഇല്ലാതായി. പിന്നെ നമ്മളെ നല്ല കമ്പനിയായി. പിന്നെ വേറെ ആരുമില്ല, ഞാനും പൊന്നും അവരും പിന്നെ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ലോകമായി.
പിന്നെ കൊല്ലംകാരനായ അയ്യോ ഹരിയായിരുന്നു വിഷ്ണു ആണെന്ന് മറന്നുപോയി. ഇതങ്ങനെ അവർ കണ്ട എൻ്റെ തലമണ്ടയ്ക്ക് ഇട്ടടിച്ചിരും. കാരണം എന്ന് വെച്ചാൽ 100 പ്രാവശ്യം ഞാൻ അവരോട് ചോദിച്ചതാണ്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞതായിരുന്നു. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ആ 2 പാവപ്പെട്ട അനിയന്മാരെ പോലുള്ള ആ 2 കുട്ടികൾ എൻ്റെ മുടി ഇതാ നല്ല വൃത്തിയിലാക്കി തന്നിട്ടോ. ബബിറ്റ് കട്ട് ചെയ്തു, കളർ ചെയ്തു. അതിനുശേഷം ഇവരായിരുന്നു ബാക്കി പണികളൊക്കെ ചെയ്തത്. നേരത്തെ കണ്ട 2 പെൺകുട്ടികളും ഇപ്പോൾ കണ്ട 2 ആൺകുട്ടികളും കൂടിയായിട്ട്. അപ്പോൾ തന്നെ ഏകദേശം മണി 8, 9, 10 ഒക്കെ ആയി. അവർ 7 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. എൻ്റെ തലയിലെ താജ്മഹൽ പണിയുന്നത് കാരണമാണ് അവർ ലേറ്റായി പോയത്. താങ്ക് യു ഗെയ്സ്, താങ്ക് യു ഹരി, താങ്ക് യു വിഷ്ണു, താങ്ക് യു ബബിറ്റോ. മറ്റേ 2 പെൺപിള്ളേരുടെ പേര് ഞാൻ 100 പ്രാവശ്യം ചോദിച്ചു, പക്ഷേ മറന്നുപോയി. ഇന്ന് ഞാൻ ഒന്നുകൂടി വീണ്ടും ചോദിക്കും. എനിവേ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? രസമായിട്ടില്ലേ? ആദ്യമൊക്കെ ഫസ്റ്റ് ഒന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രസം തോന്നിയേനെ. പക്ഷേ ആ ഫസ്റ്റ് ബിഫോറും ആഫ്റ്ററും കൂടി കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ട്രീറ്റ്മെൻറ്റോയ്ക്കാണ്, അവിടുത്തെ കുട്ടികൾക്കാണ്. എന്തായാലും ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക്. ഇത് കൊളാബും കിളാബൊന്നും അല്ലട്ടെ, എൻ്റെ എണ്ണി ആയിരങ്ങൾ എണ്ണ മേടിച്ചതാ. പക്ഷേ ചെറിയൊരു 500 രൂപ ഡിസ്കൗണ്ട് തന്നു, കാര്യമില്ല പോട്ടെ. എന്തായാലും എൻ്റെ മുടി വൃത്തിയായി, എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനായി. കാരണം പണ്ട് ഷെഫീനാസിൽ കൊടുത്തൊരു ഓർമ്മ എൻ്റെ പൊന്നോ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മുടി നശിപ്പിച്ച് ഇനി അവിടെ നിന്ന് ഇനി എങ്ങനെ തിരിച്ചു കൊണ്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം ലെങ്ത് പോവാത്ത രീതിയിൽ ഞാൻ കട്ട് ചെയ്തു, എന്നാലും പകുതി കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അല്ലാതെ രക്ഷയില്ല. ശരിക്കും ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യണം, നിർബന്ധമായിട്ട് കട്ട് ചെയ്യണം എന്നാണ് ബബിറ്റ് പറഞ്ഞത്. പക്ഷേ ഞാൻ ചെയ്തില്ല, കാരണം ഫുൾ തിക്നെസ് പോയി. പിന്നെ ഇനിയുള്ളത് ലെങ്താണ്, അതും കൂടെ പോയാൽ പിന്നെ ഒന്നിനും പറ്റത്തില്ല. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഫാൻസിനൊക്കെ എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ട് എനിക്ക് കമൻസിൽ എഴുതില്ലേ?